കുട്ടിയുടെ പ്രാഥമിക വിദ്യാലയം ഏതാണ്? ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യാലയം എന്ന് പറഞ്ഞാൽ ഏതാണ്? പ്രാഥമിക വിദ്യാലയം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭവനമാണ്. കേട്ടോ, ഓർത്ത് വെച്ചോളുക. ഒരു കുട്ടിയുടെ പ്രാഥമിക വിദ്യാലയം ഏതാണ്? ആ കുട്ടിയുടെ ഭവനമാണ്. അതുപോലെ തന്നെ കുട്ടികൾ നന്മയുടെ ബാലപാഠം പഠിച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്നുമാണ്? കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നുമാണ്. മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ്. കേട്ടോ, അത് ഇപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. കുട്ടിയുടെ മാതാവിൽ നിന്നും പിതാവിൽ നിന്നുമാണ് കുട്ടി നന്മയുടെ ബാലപാഠം പഠിച്ചു തുടങ്ങേണ്ടത്. നന്മയെക്കുറിച്ച് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് കുട്ടി ആരിൽ നിന്നുമായിരിക്കണം? അമ്മയിൽ നിന്നും പിന്നീട് അച്ഛനിൽ നിന്നുമായിരിക്കണം. കുട്ടിക്ക് നല്ല കാര്യങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. കേട്ടോ, അതിന് മാതാപിതാക്കൾക്ക് വേണ്ടത് എന്താണ്? ക്ഷമയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടത് ക്ഷമയാണ്. അതുപോലെ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വളരെ സ്നേഹത്തോടെയും ക്ഷമയോടെയും കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവരെ നന്മയുള്ളവരാക്കി മാറ്റുക. വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. അവിടെയാണ് പല മാതാപിതാക്കളും പരാജയപ്പെട്ടു പോകുന്നത്. ചില മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അവർ കുട്ടിയെ ചിലപ്പോൾ പിടിച്ചിട്ട് തല്ലി അനുസരിപ്പിക്കാൻ ശ്രമിക്കും. അത് കുട്ടിക്ക് മാതാപിതാക്കളോട് എന്തുണ്ടാകുന്നതിന് കാരണം? ആ കുട്ടിക്ക് മാതാപിതാക്കളോട് ദേഷ്യവും ഉണ്ടാകുന്നതിന് കാരണമാകും. കേട്ടോ, കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളോട് ഭയം ജനിക്കും. മറിച്ച് അവിടെ സ്നേഹമോ ബഹുമാനമോ ഉടലെടുക്കുന്നില്ല. മറിച്ച് കുട്ടിയെ സ്നേഹത്തോടെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മാതാപിതാക്കളാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ എന്ത് ചെയ്യും? സ്നേഹം ഉടലെടുക്കും. സ്നേഹത്തിന്റെ മൂല്യം, കുട്ടിയുടെ മനസ്സിൽ സ്നേഹത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കുവാൻ ആർക്ക് കഴിയും? നല്ല മാതാപിതാക്കൾക്ക് കഴിയും. അതിനുവേണ്ടി പക്ഷേ ചുമ്മാ ഇരുന്നാൽ കഴിയില്ല. മാതാപിതാക്കൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. കേട്ടോ, ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം. മാതാപിതാക്കൾക്കൊന്നും തീരെ സമയമുള്ള കാലഘട്ടമല്ല. മാതാവിന് സമയമില്ല, പിതാവിന് സമയമില്ല. എല്ലാവരും പലതരത്തിലുള്ള ജോലി തിരക്കുകളിലൊക്കെയാണ്. എങ്കിലും എന്ത് ചെയ്യണം? കുട്ടിക്ക് വേണ്ടി സമയം കണ്ടെത്തുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. കേട്ടോ, അവരെ നന്മയിലേക്ക് നയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടതാരാണ്? മാതാപിതാക്കളാണ്. അതിന് സ്നേഹത്തോടെയുള്ളൊരു പരിചരണം കുട്ടിക്ക് നൽകണം. കേട്ടോ, അല്ലാതെ വലിയ ചൂടിലെടുത്തു കൊണ്ടുവന്ന് കുട്ടിയെ പിടിച്ചിട്ട് തല്ലിയത് കൊണ്ട് കുട്ടി നന്നാവണമെന്നില്ല. കേട്ടോ, പല വീട്ടിലും അങ്ങനെയാണ്. മാതാപിതാക്കൾ എന്ത് ചെയ്യും? നല്ല ചൂടിലൊക്കെ മേടിച്ച് അനുസരണക്കേട് കാണിക്കുന്നത് കുട്ടിയെ പിടിച്ച് തല്ലും. അതിനോട് എന്തില്ല? എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കുട്ടിയെ സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മാത്രമല്ല, മാതാപിതാക്കളൊക്കെ കുട്ടികളെ നല്ലതുപോലെ തല്ലുന്നവരാണെങ്കിൽ കുട്ടിയുടെ മനസ്സിൽ മാതാപിതാക്കളോട് എന്തുണ്ടാവും? ദേഷ്യമുണ്ടാവും. മാത്രവുമല്ല, കുട്ടിയുടെ മനസ്സിൽ അക്രമവാസന ഉടലെടുക്കുന്നതിന് കാരണമാവും. കേട്ടോ, അതുകൊണ്ട് അതൊന്നും പാടില്ല. കുട്ടിയെ നന്മയുള്ളവരാക്കി മാറ്റുക. അവരെ സമൂഹ നന്മയ്ക്ക് ഉതകുന്ന തരത്തിൽ മാറ്റിയെടുക്കുവാൻ ആർക്ക് കഴിയണം? മാതാപിതാക്കൾക്ക് കഴിയണം. മാതാപിതാക്കൾക്ക് കഴിയൂ. മാതാപിതാക്കൾ കഴിഞ്ഞാൽ സെക്കൻഡ് പ്രയോറിറ്റിയാണ് ആർക്കുള്ളത്? അധ്യാപകർക്കുള്ളൂ. മാത്രമല്ല, മാതാപിതാക്കളും എന്തായിരിക്കണം? നന്മയുള്ളവരായിരിക്കണം. കുട്ടിയോട് നന്മ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ മാതാപിതാക്കളും എന്തായിരിക്കണം? നന്മയുള്ളവരായിരിക്കണം. കുട്ടി തൻ്റെ റോൾ മോഡൽ ആക്കേണ്ടത് ആരെയായിരിക്കണം? തൻ്റെ മാതാപിതാക്കളെ ആയിരിക്കണം.